നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കർക്കിടക മാസത്തെക്കുറിച്ചാണ്. കൊല്ലവർഷത്തെ 12ാമത്തെ മാസമായ കർക്കിടകത്തിന്റെ പുണ്യത്തെക്കുറിച്ചും കർക്കിടകത്തിൽ അനുഷ്ഠിക്കേണ്ട വിവിധ കർമ്മങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് സംവദിക്കുന്നത്. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷൻ കൃഷ്ണദാസാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ കർക്കിടക മാസമാണ് അല്ലേ? ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകളാണ് പലർക്കും അറിയില്ല. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് അവർക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി കൊടുക്കണം. എന്താണ് കർക്കിടകം? കർക്കടകമാണോ എന്നുള്ളതൊരു ധാരണയാണ്. കർക്കിടകം എന്ന് പറഞ്ഞാലും കർക്കിടകം എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ. കർക്കിടക മാസത്തില് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മഴ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാലഘട്ടമായിട്ട് വരും. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ പ്രധാനമായിട്ടും വരുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വരുമാനങ്ങൾ കുറഞ്ഞു നിൽക്കുകയും അതേസമയം ചെലവുകൾ ഏറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരിക. അപ്പം ഈ കർക്കിടക മാസത്തിൻ്റെ ആ ഒരു പ്രകൃതിയിൽ വരുന്ന മാറ്റം കൊണ്ട് ശാരീരികമായിട്ട് ബലക്ഷയങ്ങൾ സംഭവിക്കുന്നു. അതിലൂടെ നമുക്ക് അസുഖങ്ങൾ പൊട്ടിമുളയ്ക്കുന്നു. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഉള്ള കാശ് പുറത്തേക്ക് പോകുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ പഴമക്കാര് അതിനെ ഒരു പുണ്യമാസമാക്കി മാറ്റുകയും എല്ലാവരും പഞ്ഞമാസം എന്നാണ് പറയുക. പക്ഷെ അതിനെ പൂർവികര് രാമായണ മാസമായിട്ട് ആചരിക്കുക, ക്ഷേത്രങ്ങളെല്ലാം വളരെ ക്രോഡീകരിച്ച് അതിനു വേണ്ടി പ്രത്യേകിച്ച് അവിടെ രാമായണ പാരായണം നടത്തുക, ഗണപതി ഹോമം, ഭഗവത് സേവ മുതലായ വിശിഷ്ട പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇതൊക്കെ ക്ഷേത്രങ്ങളും ഒരുപോലെ ഉണരുക. വീട്ടിലും പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രാമായണം വായിക്കുന്നു. അതുപോലെ ഔഷധ സേവ, കർക്കിടക കഞ്ഞി എന്നീ മാതിരിയുള്ള സംഗതികളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നല്ല നല്ല പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകം കഴിഞ്ഞ് വരുന്ന ചിങ്ങം, കന്നി, തുലാം അങ്ങനെ വരുന്ന തുടർച്ചയായി വരുന്ന 11 മാസങ്ങളിൽ മനുഷ്യനും അവൻ്റെ കർമ്മം ചെയ്യാനുള്ള ഒരു ആത്മീയതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തെ ഉപയോഗിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഉടനെ ജ്യോത്സ്യനെ പോയി കാണും. അപ്പോൾ ജ്യോത്സ്യൻ പറയും, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാലദോഷമുണ്ട്, അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് പ്രവർത്തിക്കണം എന്ന് പറയും. അത് കേട്ട പാടി കേൾക്കാത്ത പാടി നമ്മൾ വെറുതെ ഇരിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ പഴമക്കാര് നമ്മളെ പഠിപ്പിച്ചേക്കണേ എന്താ വെച്ചാൽ, മോശമായ കാലത്താണെങ്കിലും അവിടെ നമ്മൾക്ക് സ്വയം ഉത്തേജിക്കാനുള്ള കാര്യങ്ങൾ, രാമായണ പാരായണം, ദൈവിക ചിന്ത, ഇതിലൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലും നമ്മൾക്കും നമ്മളുടെ അന്തരീക്ഷത്തിലൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാരായണം കൃത്യമായിട്ട് നടത്തുന്നതും. ഓരോ വ്യക്തികളും കുളിച്ചു ശുദ്ധമായിട്ടാണ് ചെയ്യണത്. അവിടെ ശുദ്ധിക്കും മനഃശുദ്ധിക്കും ശരീരശുദ്ധിക്കും ചിന്താഗതിക്കും ഒക്കെ ഒരു പോസിറ്റീവ്നെസ് ഉടനീളം വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ആചരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മാസവും എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ ഒരു മോശം സമയം വന്നു പറഞ്ഞ് നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് കർക്കിടക മാസത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ. ഈ കൊല്ലവർഷത്തിന്റെ 12ാമത്തെ മാസമാണുള്ളത്. 12ാമത്തെ മാസം. അപ്പൊ ഈ മാസത്തിൽ നമ്മുടെ മുൻപേ നടന്നുപോയവർ നമ്മളോട് പറഞ്ഞു തരുന്നത് വലിയ വെല്ലുവിളികളുള്ള ഒരു സമയമാണ് കർക്കിടക മാസം. പ്രകൃതിയും വെല്ലുവിളിയാണ്. ഇപ്പൊ നമുക്ക് ശാരീരികമായ വെല്ലുവിളികൾ ഉണ്ടാവാം, മാനസികമായ നമുക്ക് ഉത്സവക്കുറവുണ്ടാവാം. ഇതിനൊക്കെ വെല്ലുവിളികളേക്ക് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ആത്മീയമായും ശാരീരികമായും നടത്തുന്ന വലിയ ഒരു മുന്നേറ്റമാണ് അല്ലെ? തിരിച്ചും ശരിക്കും തകർന്നിരിക്കേണ്ട സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അതായത് ഒരു പുലി എങ്ങനെയാണോ ഇരയെ പിടിക്കാൻ ശ്രമിക്കുന്നത്, അത് പുറകോട്ട് ഒന്ന് പതിഞ്ഞിട്ടാണ് ചാടുന്നത്. അതേമാതിരിയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വരുന്ന അടുത്ത 11 മാസം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഊർജത്തോടെ പ്രവർത്തിക്കണം, അതിന് നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു കാലഘട്ടമാണ് അത്. അപ്പൊ ഈ രാമായണ പാരായണം മറ്റും അതിന്റെ ഒരു ഭാഗമാണ് അല്ലേ? തീർച്ചയായിട്ടും ആത്മീയമായി നമ്മുടെ ആത്മീയ, അതായത് രാമായണ പാരായണമല്ല, നമ്മളുടെ ഏതൊരു സങ്കല്പം ഇപ്പൊ നമ്മൾക്ക് ദേവി മഹാത്മ്യായാലും വിഷ്ണു സഹസ്രനാമമായാലും നമ്മൾ ഏതാണോ ആചരിക്കുന്ന ആ ആചരണം നല്ല കൃത്യതയോടുകൂടി കൊണ്ട് നടക്കാൻ. പിന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ സ്വതവേ നല്ല കാര്യങ്ങൾക്ക് മുഹൂർത്തമില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ്. ചിങ്ങം മുതലാണ് നമ്മൾ പിന്നെ വിവാഹമായാലും വീട് താമസമായാലും എല്ലാം നമ്മൾ നടത്തുന്നത്. അപ്പൊ സ്വതവേ പണ്ട് പറഞ്ഞ മാതിരി ഒരു പഞ്ഞമാസമായിട്ട് കണക്കാക്കിയിരുന്ന കർക്കിടത്തെ നല്ല ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് പൂർവികരും മാറ്റി തന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കാലഘട്ടമാണ്. ഈ രാമായണ മാസം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ നാലമ്പല ദർശനം എന്നൊരു പരിപാടി ഇപ്പൊ ഈ റീസെന്റ് അടുത്ത കാലത്ത് ഉയർന്നു വന്ന വലിയൊരു കാര്യമാണ് നാലമ്പല ദർശനം. ഈ നാലമ്പല ദർശനം ഇതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ലേ ഇപ്പോ കർക്കിടക മാസം? തീർച്ചയായിട്ടും. അതായത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മള് ഭവനങ്ങളിൽ ശ്രീരാമൻ, അതായത് ഈ 3 ക്ഷേത്രങ്ങൾ, ശ്രീരാമൻ അടക്കം 4 ക്ഷേത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ശ്രീരാമന്റെ അനുജന്മാരെ ഭഗവാന്റെ ഓരോ ആയുധങ്ങളും ഓരോ ശംഖചക്ര ഗദാപത്മം എന്നുള്ള ഒരു വിശേഷണമാണ് ഈ 4 കൂടി വരുന്നത്. അപ്പൊ ഈ 4 ഇതും കൂടി നടത്തുമ്പോൾ ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഒരു പുണ്യമാണ് ഈ നാലമ്പല ദർശനം. അതിപ്പോ യാദർശികമായിട്ട് ഈ അടുത്ത കാലത്താണ് എല്ലാവരും ഇതിലേക്ക് വന്നിരിക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെയില്ല, എല്ലാ സമയത്തും ഉണ്ട്. പക്ഷെ ഈ ശ്രീരാമക്ഷേത്രങ്ങളിൽ എല്ലാവരും പോവും. പക്ഷെ രാമായണ മാസത്തിൽ മാത്രമാണ് മറ്റു 3 സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നു. ഈ ദശപുഷ്പങ്ങൾ, സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടുന്ന ഒരു സമയം കൂടിയാണ്. അതെ. അപ്പോ അതിന് ഔഷധ ഗുണവുമായി വായിച്ചിട്ടുണ്ട് അല്ലെ? ഔഷധ ഗുണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ആ കാറ്റിന്റെ ആ ഒരു, അല്ലെങ്കിൽ വായുവില്ല സഞ്ചാരത്തിൽ ഈ പുഷ്പങ്ങളിൽ വരുന്ന ആ ഒരു ഊർജങ്ങൾ ഉണ്ടാവും. അതിൽ പല നമുക്ക് ശരീരത്തിന് ഉത്തേജനം തരുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരാൻ വേണ്ടി കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായോഗികമായ തലത്തിൽ തന്നെ അതിന്റെ മനസ്സിലാക്കേണ്ടത് അല്ലെ? അത് ഒരു ആത്മീയമായി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ ആത്മീയമായ ഒരു പ്രചോദനത്തിലൂടെ നമ്മളെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു അപ്പർ അവസ്ഥയിലേക്ക്, മുകളിലേക്ക് കൊണ്ടുവരിക എന്നൊരു രീതിയാണ് ഈ കർക്കിടകത്തിൽ നമ്മൾ നമ്മുടെ പൂർവികന്മാരെ അവലംബിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ശക്തിയായ ഒരു വീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ കർക്കിടകത്തിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളത്? എങ്ങനെയാണ് കർക്കിടകത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടം. കാരണം കർക്കിടകത്തിൽ ഇപ്പൊ നമ്മൾ പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, എല്ലിനോ അങ്ങനെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ അത് പിന്നെ അടുത്ത കർക്കിടകത്തിലും ആ വേദന വരും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർക്കിടകത്തിൽ ഈ പ്രകൃതിയിൽ വന്നിരിക്കുന്ന മാറ്റം കൊണ്ട് നമ്മൾക്ക് ശാരീരികമായിട്ട് ബലക്ഷയം ഉണ്ടാവും. അപ്പൊ നമ്മൾ വളരെ ഇപ്പോഴത്തെ മാതിരി ഒന്നുമില്ല. പണ്ട് കാലത്ത് റോഡോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഈ ചെറിയ വഴിയിലൂടെ പാടത്തുകൂടെയൊക്കെ നമ്മുടെ സഞ്ചാരം, അപ്പോൾ വഴിക്ക് വീഴാനൊക്കെ, കാരണം നിത്യവും മഴ പെയ്യുന്ന കാലഘട്ടം. അപ്പോൾ മണ്ണൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വഴുക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന കാലം. അപ്പൊ നമ്മൾ വീഴാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും കർക്കിടക മാസത്തില് ശാരീരികമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമായ ഒരു സമയമാണ്. ഓക്കെ. ചെറിയൊരു സമയം ഈ കർക്കിടക മാസത്തിന്റെ പുണ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആത്മീയമായും മാനസികമായും നമ്മൾ വലിയൊരു തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. അതെ. അപ്പോൾ വരുന്ന 11 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജം സമാഹരിക്കണം അല്ലെ? അപ്പോൾ അതിന്റെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് കർക്കിടകത്തിന്റെ പ്രത്യേകത. കർക്കിടക മാസത്തിന്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിന്നും നമ്മളെ ആത്മീയമായും ശാരീരികമായും പ്രചോദിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ പൂർവികർ ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ വസ്തുത. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നന്ദി. നമസ്കാരം.